നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്ന വിശുദ്ധ ബൈബിളിലെ വിഷയം ഏലിയാ പ്രവാചകൻ്റെ സ്വർഗാരോഹണം സംബന്ധിച്ചുള്ളതാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏലിയാവിനെ പോലെ ഒരു വലിയ പ്രവാചകൻ ആകണമെന്നായിരുന്നു ഏലിശയ്ക്ക് ആഗ്രഹം. ഏലിയാവിനെ യഹോവ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്കെടുക്കുവാൻ കാലമായി. അപ്പോൾ ഏലിയാവ് പ്രവാചകൻ ഏലിശയോടൊപ്പം ഗിൽഗാലിൽ നിന്ന് യാത്രയായി. വഴി പോകുമ്പോൾ ഏലിയാവ് ഏലിശയോട് പറഞ്ഞു, നീ ഇവിടെ താമസിച്ചോളുക, എന്നോട് ബഥേലിലേക്ക് പോകുവാൻ യഹോവ കൽപ്പിച്ചിരിക്കുന്നു. യഹോവയാണ്, ഞാൻ നിന്നെ വിട്ടുപിരികയില്ല. അപ്പോൾ ഏലിശ ഉത്തരം പറഞ്ഞു. അവർ ഒരുമിച്ച് ബഥേലിലേക്ക് പോയി. അതിനുശേഷം ഏലിയാവ് പ്രവാചകൻ ഏലിശയോട് പറഞ്ഞു, ഇവിടെ പാർത്തുകൊള്ളുക, എരീഹോവിലേക്ക് പോകുവാൻ യഹോവ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഏലിശ പറഞ്ഞു, യഹോവയാണേ, ഞാൻ നിന്നെ വിട്ടുപിരികയില്ല. അവർ ഒരുമിച്ച് എരീഹോവിലേക്ക് പോയി. അവിടെ താമസിച്ചിരുന്ന ഒരു സംഘം പ്രവാചകന്മാർ ഏലിശയോട്, ഇന്നു നിന്റെ യജമാനനെ നിന്നിൽ നിന്ന് യഹോവ എടുക്കുമെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. അതെ, എനിക്കറിയാം എന്ന് ഏലിശ പറഞ്ഞു. എന്നാൽ നാം അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട. അതിനുശേഷം ഏലിയാവ് ഏലിശയോട് പറഞ്ഞു, നീ ഇവിടെ പാർത്തുകൊള്ളുക, യോർദാൻ നദിയിലേക്ക് പോകുവാൻ യഹോവ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഏലിശ പറഞ്ഞു, യഹോവയാണേ, ഞാൻ നിന്നെ വിട്ടുപിരികയില്ല. അവർ ഒരുമിച്ച് യാത്ര തുടർന്നു. 50 പ്രവാചകന്മാർ യോർദാൻ വരെ ഏലിയാ പ്രവാചകനെയും ഏലിശയും അനുഗമിച്ചു. ഏലിയാ പ്രവാചകനും ഏലിശയും നദീക്കരയിൽ നിന്നു 50 പ്രവാചകന്മാർ അല്പം അകലെയായി മാറി നിന്നു. ഏലിയാവ് പുതപ്പെടുത്ത് ചുരുട്ടി നദിയിലടിച്ചു. നദി 2ആയി പിളർന്നു. ഏലിയാവും ഏലിശയും നദിയിലെ ഉണങ്ങിയ നിലത്തുകൂടെ അക്കരെ കടന്നു. അവിടെ വച്ച് ഏലിയാവ് ഏലിശയോട് ചോദിച്ചു, എന്നെ യഹോവ എടുക്കും മുമ്പേ ഞാൻ നിനക്കെന്തു ചെയ്യണം? അങ്ങയെപ്പോലെ ഒരു പ്രവാചകനാകുവാനുള്ള ശക്തി എനിക്ക് വേണം. ഏലിശ പറഞ്ഞു, നീ പ്രയാസമുള്ള കാര്യമാണ് ചോദിച്ചത്. ഏലിയാവ് മറുപടി പറഞ്ഞു, എന്നെ ദൈവം സ്വർഗത്തിലേക്കെടുക്കുന്ന കാഴ്ച നീ കാണുമെങ്കിൽ നിനക്ക് ലഭിക്കും, കാണുന്നില്ലെങ്കിൽ ലഭിക്കുകയുമില്ല. അവർ സംസാരിച്ചു കൊണ്ട് നടന്നു. പെട്ടെന്ന് അഗ്നി പോലെയുള്ള കുതിരകൾ വലിക്കുന്ന ഒരു അഗ്നിരഥം അവരുടെ മധ്യത്തിലെത്തി. ഏലിയാവ് ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്കെടുക്കപ്പെട്ടു. ഏലിശ അത് കണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ ശക്തനായ നായക, നീ പോയല്ലോ. പിന്നീട് ഏലിശ ഏലിയാവിനെ കണ്ടിട്ടില്ല. ദുഃഖം കൊണ്ട് ഏലിശ വസ്ത്രം 2ആയി കീറി. അതിനുശേഷം അവൻ ഏലിയാവിൻ്റെ ശരീരത്തു നിന്ന് വീണ പുതപ്പെടുത്തു. അവൻ തിരികെ നടന്നു യോർദാൻ്റെ തീരത്തെത്തി. ഏലിയാവിൻ്റെ പുതപ്പ് കൊണ്ടവൻ ജലത്തിൽ 2 പ്രാവശ്യം അടിച്ചു. നേരത്തെ സംഭവിച്ചതുപോലെ യോർദാൻ നദി 2ആയി പിളർന്നു. 50 പ്രവാചകന്മാർ ഇത് കണ്ടപ്പോൾ ഏലിയാവിൻ്റെ ശക്തി ഏലിശയുടെ മേലുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് ഏലിയാവ് എന്ന പ്രവാചകൻ്റെ സ്വർഗാരോഹണം സംബന്ധിച്ചുള്ള ചെറിയവരം നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.